ജീവനേകി ജീവൻ നൽകുന്നവനെ മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി സൗഖ്യം നൽകണമേ. ഹൃദയടഞ്ഞ മാനവർക്കു ജീവനേകി ജീവൻ നൽകുന്നവനെ മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി യേശുവേ. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, ഒരുമിച്ച് ആരാധിക്കാം. ഓ സ്തിരൂപനേശുവേ ആരാധന, ഓ സ്തിരൂപനെ ആരാധിക്കാം. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ഓ സ്തിരൂപനേശുവേ ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധന, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആരാധന, എല്ലാം മറന്ന് ആരാധിക്കാം. ആരാധന, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആരാധന, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരാധന, യേശുവേ, ആരാധന, യേശുവേ. യേശുവേ. കൈകൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കൈകൾ ഉയർത്തി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്വരമുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സ്വരമുയർത്തി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആരാധനയ്ക്ക് യോഗ്യനെ, അർഹനെ, സ്തുതി മഹിമ പുകഴ്ചകൾക്ക് യോഗ്യനായവനെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയ്ക്ക് അർഹനായ, ആരാധനയ്ക്ക് യോഗ്യനായ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ആരാധന നിറഞ്ഞ മനസ്സോടെ, മനോഭാവത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. പ്രിയ ദൈവമക്കളെ, നാം ഈ സമയം ശ്രവിക്കുന്ന കാര്യങ്ങൾ ദൈവാരാധനയുടെ പ്രാധാന്യം എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്നതിന് വേണ്ടി, നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി ശ്രവിക്കുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ പരമപ്രധാനമായ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരമുണ്ട് എന്ന് ഈ ഒരു ബോധ്യം, ദൈവാരാധനയിലൂടെ സകലതും പരിഹരിക്കാൻ സാധിക്കുമെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടാൻ ഈ നിമിഷങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ശ്രദ്ധയോടെ നമുക്ക് ശ്രവിക്കാം. സ്രഷ്ടാവ് ആരാധനയ്ക്ക് അർഹനാണ്. സ്രഷ്ടാവ് ആരാധനയ്ക്ക് അർഹനാണ്. സ്രഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ കടമയാണ്. സ്രഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ കടമയാണ്. കടമ നിർവഹിച്ചില്ലെങ്കിൽ കടങ്ങൾ അവശേഷിക്കും. ഏത് കടമയാണെങ്കിലും, ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട കടമകൾ എന്തു തന്നെയാണെങ്കിലും, അത് നിർവഹിക്കുന്നില്ല എങ്കിൽ അത് കടമായി മാറും. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ കടമകൾ നിർവഹിച്ചില്ലെങ്കിൽ അത് എനിക്ക് കടമാണ്. ഒരു കുടുംബനാഥൻ കുടുംബനാഥൻ്റെ, കുടുംബനാഥ കുടുംബനാഥയുടെ, മക്കൾ മക്കളുടെ, അധ്യാപകർ അധ്യാപകരുടെ, വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ കടമ നിർവഹിച്ചില്ലെങ്കിൽ അത് കടമായി മാറും. കടമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൊടുത്തു വീട്ടാനുള്ളതിനെയാണ് നമ്മൾ കടമെന്ന് പറയുക. അപ്പോൾ തീർച്ചയായും കൊടുത്തു വീട്ടിയേ പറ്റൂ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ, നമ്മളൊക്കെ മരിക്കുന്നതിന് മുൻപ് തന്നെ കടങ്ങളൊക്കെ പരിഹരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ മരണാനന്തരം പരിഹരിക്കേണ്ടതായി വരും. ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ള നമ്മുടെ പരമപ്രധാനമായ കടമ നമ്മൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അത് നമുക്കൊരു കടമായി മാറും. ഈ കടം ഒരുപക്ഷെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ സൃഷ്ടിച്ചേക്കാം. ഒരുപക്ഷെ രോഗത്തിൻ്റെ രൂപത്തിലാകാം, ദാരിദ്ര്യത്തിൻ്റെ രൂപത്തിലാകാം,
കടബാധ്യതകളുടെ രൂപത്തിലാകാം, കഷ്ടനഷ്ടങ്ങളുടെ ദുഃഖദുരിതങ്ങളുടെ രൂപത്തിലാകാം, കുഞ്ഞുങ്ങൾ ജനിക്കാൻ തടസ്സങ്ങളായിക്കൊണ്ടാകാം, വിവാഹ തടസ്സം, വിസ തടസ്സം, യാത്രാ തടസ്സം, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് ഒരുപക്ഷെ ആരാധനാ കടം ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. പ്രിയപ്പെട്ടവർ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കുറെ കൂടെ ആഴത്തിൽ ഗ്രഹിക്കാൻ ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്. സ്രഷ്ടാവ്, ദൈവമായ കർത്താവ് ആരാധനയ്ക്കർഹനാണ്. എന്നുവെച്ചാൽ ആരാധിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്നാണ്. ഈ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് കടമായി മാറും. ഈ കടം നമുക്ക് തൽക്കാലത്തേക്ക് അതിനെ ആരാധന കടമെന്ന് പേരിട്ട് വിളിക്കാം. അങ്ങനെ ഒരു പേര് ബൈബിളിലില്ല, അങ്ങനെ ഒരു പേര് മറ്റു പുസ്തകങ്ങളിലും കാണാൻ സാധ്യതയില്ല. തൽക്കാലം നമുക്ക് കാര്യം ഗ്രഹിക്കാൻ വേണ്ടി നമ്മളൊരു വാക്ക് പറയുന്നു എന്ന് വിചാരിക്കുക. അതായത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ള മനുഷ്യൻ്റെ കടമ മനുഷ്യൻ നിർവഹിക്കുന്നില്ല എങ്കിൽ മനുഷ്യനുണ്ടാകുന്ന കടത്തെ ആരാധനാ കടമെന്ന് പേരിട്ട് വിളിക്കാം. ഈ കടം ജീവിതത്തിലുണ്ട് എങ്കിൽ ഒത്തിരി അനർത്ഥങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് വരികയാണ് എങ്കിൽ തീർച്ചയായും ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട്, ദൈവം ആരാധിക്കപ്പെടാത്തത് കൊണ്ട്, ദൈവകോപത്തിൻ്റെ ഫലമായി, ദൈവശാപത്തിൻ്റെ ഫലമായി, ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷയുടെ ഭാഗമായി ജീവിതത്തിൽ ദുരന്തങ്ങൾ കടന്നു വരുന്നുവെന്ന ഒരു തെറ്റായ ചിന്ത ചിലരുടെയെങ്കിലും മനസ്സിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതിൻ്റെ ഫലമായി ജീവിതത്തിൽ ദുരന്തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതല്ല. പിന്നെ എന്താണ് അതിൻ്റെ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ചിലത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. ചില കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് ചിലത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക. ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എങ്കിൽ കിട്ടേണ്ടത് കിട്ടില്ല, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ നമുക്ക് സാധ്യം ആവുകയുമില്ല. ഉദാഹരണത്തിന്, എനിക്കൊരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഡോക്ടറാകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. MBBS പഠിക്കണം, പാസ്സാകണം, എന്നാൽ എനിക്ക് ഡോക്ടറാകാൻ സാധിക്കൂ. ഒരു വക്കീലാകാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും ഞാൻ LLB പഠിക്കണം, പാസ്സാകണം. ഇതുപോലെ തന്നെ ഒരു എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹമെങ്കിൽ BTech പഠിക്കണം, പാസ്സാകണം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാൻ, നേടിയെടുക്കാൻ സാധിക്കുക. എന്നതുപോലെ ആരാധനയിലൂടെ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ആരാധനയിലൂടെ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. അതിന് വേറെ വഴിയില്ല, മറ്റ് മാർഗങ്ങളില്ല. ഇനിയും ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ വാക്കകത്ത് കുരുക്കളോ പഴുപ്പോ ഒക്കെയായി ഞാൻ ക്യാൻസർ ആണോ എന്ന് ഭയന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, ക്യാൻസർ ഒന്നുമല്ല, ഇത് B കോംപ്ലക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. എന്നിട്ട് ഡോക്ടർ പരിഹാരം നിർദ്ദേശിച്ചു. B കോംപ്ലക്സ് അടങ്ങിയ മരുന്നുകളും ഗുളികകളും ഒക്കെ എഴുതുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ നിർദ്ദേശിക്കുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ മരുന്ന് കഴിക്കുന്നു, ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു. അതോടെ B കോംപ്ലക്സിൻ്റെ കുറവ് മൂലമുണ്ടായ രോഗം മാറിപ്പോവുകയും ചെയ്യുന്നു. നേരെ മറിച്ച് എൻ്റെ എല്ലുകൾക്ക് വേദനയായി ഒരു ബോൺ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വേണ്ടി ചെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുകയാണ്, കാൽസ്യത്തിൻ്റെ കുറവാണ്, കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുക, കാൽസ്യം അടങ്ങിയ മരുന്നുകൾ കഴിക്കുക. ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ ഞാൻ ചെയ്യുമ്പോൾ ആ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടായ രോഗപീഠകൾ എന്നിൽ നിന്ന് മാറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ചില കാര്യങ്ങൾ ചെയ്താലേ ചിലത് നേടാൻ, ചിലത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ദൈവാരാധനയിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ദൈവാരാധനയിലൂടെ മാത്രമേ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കൂ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ തീർച്ചയായും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലല്ലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. മറ്റൊന്നിലൂടെയും ആ കൃപകൾ സ്വീകരിക്കുക സാധ്യമല്ല. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഞാൻ സ്വീകരിക്കേണ്ട കൃപകൾ, പാപമോചനം, അത് കുമ്പസാരിച്ചാലല്ലേ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കൂ. മറ്റൊരു വിധത്തിലും അത് സ്വീകരിക്കുക സാധ്യമല്ല. ദൈവാരാധനയിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട കൃപകൾ ദൈവാരാധനയിലൂടെ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. ഒരുപക്ഷെ നമ്മൾ ചിലരെങ്കിലും ഈ സൺ ബാത്ത് എന്നൊരു വാക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ അത്ര ആവശ്യമുള്ളൊരു കാര്യമല്ല, എങ്കിലും ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. വിദേശ രാജ്യങ്ങളിലൊക്കെ, ചില രാജ്യങ്ങളിലെങ്കിലും താമസിക്കുന്ന വ്യക്തികൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാത്ത നാടുകളുണ്ട്. മാസങ്ങളോളം മഞ്ഞു മൂടിക്കിടക്കുന്ന രാജ്യങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് സ്കിൻ സംബന്ധമായ ചില രോഗപീഠകളുണ്ടാകും, സ്കിൻ സംബന്ധമായ ചില അലർജികൾ.
കാരണം ആവശ്യത്തിന് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കാത്തതാണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം. അവർ ഏതെങ്കിലും രീതിയിൽ ക്രീമൊക്കെ പുരട്ടി ക്രമീകരിക്കാൻ ശ്രമിച്ചാലും കുറച്ചുകൂടെ അവർക്ക് സൂര്യപ്രകാശത്തിലൂടെ കിട്ടേണ്ട കാര്യം വൈറ്റമിൻ ഡി പോലെയുള്ള കാര്യങ്ങളൊക്കെ അത് കിട്ടുന്നതിന് വേണ്ടിയും അവർ സൺബാത്ത് നടത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചുകളിലൊക്കെ പോയി ഒരു പക്ഷേ അർദ്ധനഗ്നരായി കിടന്ന് ഈ സൂര്യപ്രകാശം ആവോളം ശരീരത്തിൽ ഏൽക്കാനായിട്ട് അവർ ശ്രമിക്കും. കാരണം സൂര്യപ്രകാശത്തിലൂടെ കിട്ടേണ്ടത് സൂര്യപ്രകാശത്തിലൂടെ മാത്രമേ കിട്ടൂ. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലൂടെയും ഉദ്ദേശിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ചില കാര്യങ്ങൾ ചെയ്താലേ ചിലത് ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കൂ, നേടിയെടുക്കാൻ സാധിക്കൂ. എന്നതുപോലെ ദൈവാരാധനയിലൂടെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട കൃപകൾ ദൈവാരാധനയിലൂടെ മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കൂ. അതിന് വേറെ വഴിയില്ല, മറ്റു മാർഗങ്ങളില്ല. ഇനിയും ചിലർക്കെങ്കിലും ഒരുപക്ഷെ മനസ്സിലിങ്ങനെ തോന്നിയേക്കാം, ദൈവം ഒരുപക്ഷെ വലിയ സ്വാർത്ഥനാണ്. തന്നെ എപ്പോഴും ഇങ്ങനെ സ്തുതിച്ചും പുകഴ്ത്തിയും ആരാധിച്ചും ഇരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. തന്നോട് പ്രാർത്ഥിക്കാത്ത, ആരാധന ജീവിതം നയിക്കാത്ത, കൗദാശിക ജീവിതം നയിക്കാത്ത വ്യക്തികൾക്ക് ദൈവം ഒന്നും തന്നെ കൊടുക്കുന്നില്ല. അങ്ങനെയും ഒരു ചിന്ത ചിലപ്പോൾ മനസ്സിൽ കടന്നു വന്നേക്കാം. ആ ചിന്തയും തെറ്റായ ചിന്തയാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്തുതിപ്പുകളും ആരാധനകളും കീർത്തനങ്ങളും ഉയർത്തുന്ന നിമിഷങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് തരാനുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം വളരെ നേരത്തെ തന്നെ തന്നു കഴിഞ്ഞതാണ്. കർത്താവ് ഈശോ മിശിഹായെ, പിതാവായ ദൈവം പുത്രനെ ഈശോ മിശിഹായെ നമുക്ക് തന്നതോടുകൂടെ സത്യത്തിൽ തരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്നു കഴിഞ്ഞതാണ്. ഈ തന്നു കഴിഞ്ഞ അനുഗ്രഹത്തെ നമ്മൾ സ്വീകരിച്ചാൽ മതി. തരുന്നതും സ്വീകരിക്കുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ നിമിഷങ്ങളിലാണ് നേരത്തെ തന്നെ നൽകപ്പെട്ടു കഴിഞ്ഞ കൃപകളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക. ഉദാഹരണത്തിന്, വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ സ്വീകരിക്കുന്ന അനുഗ്രഹം സത്യത്തിൽ നൽകപ്പെട്ടത് എപ്പോഴാണ്? തീർച്ചയായും അത് നൽകപ്പെട്ടത് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ നിറകയിൽ കുരിശിലീശോ ബലിയായി മാറിയപ്പോൾ ആ ബലിയുടെ അനന്ത യോഗ്യത അന്ന് തന്നെ നമുക്കെല്ലാവർക്കും നൽകപ്പെടുകയാണ്. പക്ഷേ അന്ന് നൽകപ്പെട്ട ഈ രക്ഷയും കൃപയുമൊക്കെ ഇന്ന് ജീവിക്കുന്ന നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയും കുമ്പസാരവും മറ്റു കൂദാശകളും ഒക്കെ വഴിയാണ്. അപ്പോൾ അനുഗ്രഹങ്ങൾ നേരത്തെ തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞതാണ്. നൽകപ്പെട്ടതിനെ ഇനി സ്വീകരിച്ചാൽ മാത്രം മതി. സത്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോഴും പ്രാർത്ഥനകൾ ഉയർത്തിയില്ലെങ്കിലും, നമ്മൾ ദൈവത്തെ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും, നമ്മൾ നന്മ ചെയ്താലും നന്മ ചെയ്യുന്നില്ലെങ്കിലും തീർച്ചയായും ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഒരുപോലെ മഴ വർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദുഷ്ടനെയും ശിഷ്ടനെയും നീതിമാനെയും നീതിരഹിതനെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന, ഒരുപോലെ മഴ വർഷിക്കുന്ന, ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവത്തെയാണ്, പിതാവായ ദൈവത്തെയാണ് ഈശോ ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. നമുക്കിത് തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. നമ്മൾ സാധാരണ വൈകുന്നേരമാകുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട്, സൂര്യൻ അസ്തമിച്ചു എന്ന്. സത്യത്തിൽ സൂര്യൻ അസ്തമിക്കാറുണ്ടോ എന്ന് വെച്ചാൽ സൂര്യൻ കെട്ടുപോകാറുണ്ടോ? സൂര്യൻ അണഞ്ഞു പോകാറുണ്ടോ? ഒരിക്കലുമില്ല. വർഷത്തിൽ 365 ദിവസവും ദിവസത്തിൽ 24 മണിക്കൂറും മണിക്കൂറിൽ 60 മിനിറ്റും മിനിറ്റിൽ 60 സെക്കൻഡും സൂര്യൻ ഒരുപോലെ പ്രകാശം തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഭൂമിയിൽ പകുതി സമയം പകുതി സ്ഥലത്ത് ഇരുട്ട് പരക്കുന്നത്? അത് സൂര്യൻ അണഞ്ഞു പോകുന്നത് കൊണ്ടല്ല, ഭൂമി മുഖം തിരിക്കുന്നത് കൊണ്ടാണ്. ഭൂമി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴെല്ലാം ഭൂമി സൂര്യനിലേക്ക് തിരിഞ്ഞിരിക്കുന്നോ അപ്പോഴെല്ലാം ഭൂമിയിൽ പ്രകാശം നിറയും. എപ്പോഴെല്ലാം ഭൂമി സൂര്യനിൽ നിന്ന് മുഖം തിരിക്കുന്നുവോ അപ്പോഴെല്ലാം ഭൂമിയിൽ അന്ധകാരം നിറയും. അപ്പോൾ സൂര്യൻ പ്രകാശിക്കാത്തത് കൊണ്ടല്ല നമ്മൾ പ്രകാശം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാത്തതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ തന്നെ പറയുന്നത് പോലെ നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വെളിച്ചവും പ്രകാശവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞാൽ മതി. യേശു എന്ന പ്രകാശത്തിലേക്ക്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യേശു എന്ന പ്രകാശത്തിലേക്ക് ഞാനൊന്ന് തിരിയണം. എൻ്റെ ജീവിതത്തിൽ വെളിച്ചം സ്വീകരിക്കാം, എൻ്റെ ജീവിതത്തിൽ പ്രകാശം സ്വീകരിക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിയുക എന്നതിനെയാണ് നമ്മൾ ദൈവാരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നത് വഴി, ആരാധനാ ജീവിതം നയിക്കുന്നത് വഴി, സ്തുതിയുടെ ജീവിതം നയിക്കുന്നത് വഴി, കൗദാശിക ജീവിതം നയിക്കുന്നത് വഴി യേശു എന്ന പ്രകാശത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാണ്. ഇനി ഇതേ വചനത്തിൽ തന്നെ പറയുന്ന മഴ വർഷിക്കുന്ന ദൈവം, മഴയുടെ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. വേനൽക്കാലത്ത് കടുത്ത വേനലിൽ വെള്ളമില്ലാതെ വിഷമിക്കുന്നു, ഒരു തുള്ളി വെള്ളമില്ല.
അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്യുന്നു. പരമാവധി വെള്ളം ശേഖരിക്കണം. കിണറ്റിലേക്ക് ഒരു പക്ഷേ വെള്ളം എത്താനുള്ള സാധ്യത കുറവാണ്, കാരണം മണ്ണൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നു, ചെറിയ മഴയാണ്. അപ്പോൾ പെയ്യുന്ന വെള്ളം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടി കഴിയുന്നത്ര പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി വെള്ളം ഒഴുകി വരുന്ന ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഓസിന് താഴെയൊക്കെ ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയി പാത്രങ്ങൾ വയ്ക്കും. ഇനി കുടിവെള്ളം, ശുദ്ധജലം ശേഖരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? തുറസായ സ്ഥലത്ത് കഴിയുന്നത്ര പാത്രങ്ങൾ കൊണ്ടുപോയി നമ്മൾ വെക്കും. അങ്ങനെ വെക്കുകയാണ് എങ്കിൽ എങ്ങനെയുള്ള പാത്രങ്ങളാണ് നമ്മൾ സാധാരണ വെക്കാറുള്ളത്? സോഡാ കുപ്പിയോ പാലും കുപ്പിയോ ആരെങ്കിലും കൊണ്ടുപോയി വെക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. ബുദ്ധിയും വിവരമുള്ള ഏതൊരു മനുഷ്യനും പരമാവധി വലുപ്പമുള്ള വായ്വട്ടമുള്ള പാത്രങ്ങളാണ് കൊണ്ടുപോയി വെക്കാറ്. കാരണം പരമാവധി വെള്ളം അതിലേക്ക് ശേഖരിക്കാൻ, സ്വീകരിക്കാൻ അപ്പോഴാണ് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും ഒരുപോലെ മഴ പെയ്യുന്നു. പക്ഷേ ഇതാ തുറവിയോടെ വലിയ പാത്രമായിട്ടിരിക്കുന്നിടത്ത് ധാരാളം വെള്ളം ശേഖരിക്കാൻ സാധിക്കുന്നു. ഇതുപോലെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഞാനെന്ന പാത്രം, എൻ്റെ ആത്മാവെന്ന ഹൃദയമെന്ന പാത്രം എന്തുമാത്രം ദൈവകൃപയോട് സഹകരിക്കുന്നു, തുറവിയോടെ ഇരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ സ്വീകരിക്കാൻ സാധിക്കുക. അപ്പോൾ ഞാനാണ് തുറവിയോടെ ഇരിക്കേണ്ടത്. ദൈവം എന്നെയും സകലരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ തന്നെ പങ്കെടുക്കുന്നവർ, ഒരുപാട് പേര് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടാകാം. ഈ പങ്കെടുക്കുന്ന എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്, ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. പക്ഷേ എല്ലാവരും സ്വീകരിക്കുന്നത് ഒരേ വിധത്തിലാണോ? അല്ല. നമ്മൾ എന്തുമാത്രം താല്പര്യത്തോടെ, എന്തുമാത്രം ദാഹത്തോടെ, എന്തുമാത്രം ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യത്തിന് മുൻപിലായിരിക്കുന്നോ അത്രത്തോളം കൃപയും അനുഗ്രഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് ജീവിതത്തെ ആരാധനയാക്കി മാറ്റുക, ജീവിതത്തെ പ്രാർത്ഥനയാക്കി സ്തുതിപ്പാക്കി മാറ്റുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് പറയപ്പെടുന്ന വചനമാണ് 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതായിരിക്കണം നിങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ ഈശോ ഒരു ഉപമ പറഞ്ഞു. എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ ഈശോ ഒരു ഉപമ തന്നെ പഠിപ്പിക്കുകയാണ്. ഇനി ലൂക്കായുടെ സുവിശേഷം 11:9 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. നിരന്തരം ചോദിക്കാനും അന്വേഷിക്കാനും മുട്ടാനും ഇതാ ഈശോ നമ്മളോട് വചനത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 21:36 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എപ്പോഴും പ്രാർത്ഥിക്കാൻ, സദാ പ്രാർത്ഥിക്കാൻ, നിരന്തരം പ്രാർത്ഥിക്കാൻ, നിരന്തരം ദൈവസന്നിധിയിൽ ആരാധന ഉയർത്താൻ, സ്തുതിപ്പുകൾ ഉയർത്താൻ ഇതാ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഈ സമയം ദിവ്യകാരുണ്യത്തിന് മുൻപിൽ സാധിക്കുന്ന എല്ലാവരും മുട്ടുകൾ കുത്തി കൈകൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് എല്ലാം മറന്ന് കർത്താവിനെ ഏതാനും നിമിഷങ്ങളൊന്ന് ആരാധിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ സ്തുതിപ്പുകളായി, ആരാധനകളായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയങ്ങളെ സ്നേഹപൂർവ്വം ഹൃദയത്തെ ചൊരിയുക. ഹൃദയത്തോട് ചേരുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനകൾ ഉയർത്താൻ സാധിക്കട്ടെ. ആത്മാവിനെ തൊടുന്ന വിധത്തിൽ, എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ ലയിക്കുന്ന വിധത്തിൽ പ്രാർത്ഥന ഉയർത്താൻ സാധിക്കട്ടെ. രണ്ട് കൈകളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തുതി, മഹിമ, പുകഴ്ചകൾക്ക് യോഗ്യനായവനെ, അർഹനായവനെ, ആരാധനയ്ക്ക് അർഹനെ, ആരാധനയ്ക്ക് യോഗ്യനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്തുതി, ആരാധന, 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 ആരാധന. സ്തുതി, ആരാധന, 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 ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, തിരുഹൃദയനാഥനെ ആരാധന, തിരുവോസ്തി രൂപനെ ആരാധന, തിരുമുറിവുകളുള്ളവനെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. കൈകളടിച്ച് ചേർന്ന് പാടാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. എല്ലാവരും ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം. ഓ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഈശോയിലൂടെ സ്വയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സ്തുതി, മഹിമ, പുകഴ്ചകൾക്ക് യോഗ്യനായവനെ, ആരാധനയ്ക്ക് അർഹനായവനെ ഞങ്ങളങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകളും യാചനകളും അർത്ഥനകളും സ്തുതിപ്പുകളും ആരാധനകളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയരട്ടെ. യേശുവേ, 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 യേശുവേ. സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കുന്നു കർത്താവേ. പോൽ എന്നെ ഞാൻ മറന്നിട്ടിന്ന് ആരാധിക്കും എൻ്റെ ദൈവത്തെ. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സഹനത്തിൽ ആരാധിക്കുന്നു. പോൽ എന്നെ ഞാൻ മറന്നിട്ടിന്ന് ആരാധിക്കും എൻ്റെ ദൈവം. സ്വയം മറന്ന് ആരാധിക്കുന്നു. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ ആരാധിക്കട്ടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കട്ടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കട്ടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ചേർന്ന് പാടാം. ആരാധന, എല്ലാവരും ആരാധന, ഒരുമിച്ചുറക്കെ ആരാധന, ആരാധിക്കട്ടെ. ആരാധന, 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 ആരാധന. ആരാധിക്കുന്നു. യേശുവേ, സ്തുതിച്ച് ആരാധിക്കാം. എല്ലാം മറന്ന് ആരാധിക്കാം. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരട്ടെ. ജീവിതത്തിൽ ആരാധനയ്ക്ക് വന്നുപോയ പോരായ്മകൾക്ക് പരിഹാരം ചെയ്യാം. പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾക്ക് പരിഹാരം ചെയ്യാം. സ്തുതിയുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്ക് പരിഹാരം ചെയ്യാം. കൗതാശിക ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്ക് പരിഹാരം ചെയ്യാം. എല്ലാം മറന്ന് ആരാധിക്കട്ടെ. സ്തുതികൾ ഉയരട്ടെ. ദൈവസാന്നിധ്യം അനുഭവിക്കുക. ദൈവസാന്നിധ്യം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു അനുഭവമായി മാറട്ടെ. ദൈവസ്നേഹം നിറയട്ടെ, 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 നിറയട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. സ്തുതി, മഹിമ, പുകഴ്ചകൾക്ക് യോഗ്യനെ, അർഹനെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ആരാധനകൾ ഉയരട്ടെ, പ്രാർത്ഥനകൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ആരാധനകൾ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യനേ, ആരാധന, ആരാധന. പരിശുദ്ധമാം ദിവ്യകാരുണ്യമേ, ആരാധന, ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യനേ, ആരാധന,
പരിശുദ്ധമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന ആരാധന